ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ബോട്ടണി ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമുക്ക് മറന്നുപോകാതെ കാലാകാലങ്ങളോളം നമ്മുടെ മനസ്സിൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്ന ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ പല കാര്യങ്ങളും പല വേർഡ്സും നമുക്കെല്ലാം ഫെമിലിയർ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളായിരുന്നു നമ്മൾ പഠിച്ചു പോയത്. പക്ഷെ നമ്മൾ പ്ലസ് 1ലേക്ക് കടക്കുമ്പോൾ കുറച്ച് വാക്കുകളൊക്കെ വളരെ കടുകട്ടിയുള്ള വാക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളെ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്ത് നമുക്ക് അവയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം, മറന്നു പോവാതെ എക്സാം ഹാളിൽ ടെൻഷൻ അടിക്കാതെ നമുക്ക് എങ്ങനെ അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഓർത്തെടുത്ത് നമ്മുടെ എക്സാം ഷീറ്റിലേക്ക് എഴുതാം, നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതാം എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് പലരും പല ലാംഗ്വേജസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികൾക്കായിട്ട് അങ്ങനെ ഒരു ക്ലാസ്സും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് മലയാളികൾക്ക് നല്ലൊരു ഉപകാരമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അരിസ്റ്റോട്ടിൽ നടത്തിയ ക്ലാസിഫിക്കേഷൻ, പിന്നെ കാർലസ് ലിനേയസ് നടത്തിയ ക്ലാസിഫിക്കേഷൻ, പിന്നെ പ്രധാനമായി നടത്തിയ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ആർ.എച്ച്. വിറ്റാക്കർ നടത്തിയ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ NCERT പറയുന്നത് കിങ്ഡം മോണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമാലിയ. അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷൻ മറന്നു പോകാതെ, ചില കുട്ടികൾക്ക് പെട്ടെന്ന് മറന്നു പോവാം, കറക്റ്റ് ഓർഡർ വൈസിൽ കിട്ടില്ല. അപ്പോൾ മറന്നു പോവാതെ ഓർഡർ വൈസിൽ എങ്ങനെ അവർക്ക് ഓർത്തെടുക്കാം, സിമ്പിൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവർക്ക് എങ്ങനെ ഓർത്തെടുക്കാം എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് മൊത്തത്തിൽ കൊണ്ടുവരണം. പക്ഷെ അതിൽ സ്റ്റേറ്റ്സും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് മാപ്പ് ഓഫ് പ്ലേസസ് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ മാപ്പ് ഓഫ് പ്ലേസസ് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അതിന് നമ്മുടെ 5 കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷനെ കറക്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് നോക്കാം. മാപ്പ് ഓഫ് പ്ലേസസ്, അതിലെ M കിങ്ഡം മോണീറ, P കിങ്ഡം പ്രോട്ടിസ്റ്റ, F ഫംഗി, ഈ PL എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് A ഫോർ അനിമാലിയ. അപ്പോൾ മാപ്പ് ഓഫ് പ്ലേസസ് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ ആർ.എച്ച്. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് മറന്നു പോകാതെ നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിക്കാൻ പറ്റും. അതും കറക്റ്റ് ഓർഡർ ആയിട്ട്. M മോണീറ, P പ്രോട്ടിസ്റ്റ, F ഫംഗി, PL പ്ലാന്റ് ആൻഡ് A ഫോർ അനിമാലിയ. അപ്പോൾ നമ്മുടെ മാപ്പ് ഓഫ് പ്ലേസസ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഓർത്തു വെച്ചാൽ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആർ.എച്ച്. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓർഡർ ആയിട്ട് മറന്നു പോവാതെ സൂക്ഷിക്കാം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5 ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം കിങ്ഡം മോണീറ. നമ്മുടെ കിങ്ഡം മോണീറയിൽ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, പഠിക്കാനുണ്ട്. എന്നാലും നമുക്കിങ്ങനെ മറന്നു പോകേണ്ട കാര്യങ്ങളായിട്ട് അതിൽ അങ്ങനെ ഇല്ല. കുറച്ച് ബാക്ടീരിയൻ വെറൈറ്റീസ് ആണ് അതിൽ നോക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് പഠിച്ചു വെക്കാം. നേരത്തെ എടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉള്ളത് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്. അപ്പൊ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉള്ള കിങ്ഡം ഓഫ് മെമ്പേഴ്സിനെ നമുക്ക് ഡെസ്പസീറ്റോ എന്ന 2018-19 ഹിറ്റ് സ്പാനിഷ് പോപ്പ് സോങ് ആയ നമ്മുടെ ഡെസ്പസീറ്റോ എന്നൊരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കാം. പലരും ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും ഡെസ്പസീറ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ എല്ലാ എക്സാമ്പിൾസും നമ്മുടെ ഈ ഡെസ്പസീറ്റോ എന്ന ആ ഹിറ്റ് സോങ്ങില് ആ വേർഡിലൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഡെസ്പസീറ്റോയിലെ D ഡൈനോഫ്ലജല്ലേറ്റ്സ്, S ഫോർ സ്ലിം മൗത്ത്സ്, P for protozoans, E for euglenoids and C for chrysophytes. അപ്പോൾ D for dinoflagellates, slim moths, protozoans, euglenoids and chrysophytes. ഇത്രയും ഈ 1, 2, 3, 4 ഈ 5 മെമ്പേഴ്സിനെ നമുക്ക് ഡെസ്പസീറ്റോ എന്ന ഒരു ഒറ്റ വാക്കിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഈ 5 മെമ്പേഴ്സും നമുക്ക് ഈ ഡെസ്പസീറ്റോ എന്ന ഒരു വാക്കിലൂടെ നമുക്ക് മറന്നു പോകാതെ നമുക്ക് എക്സാം ഹാളിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ കിങ്ഡം ഫംഗി. അപ്പൊ കിങ്ഡം ഫംഗി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഡിഫിക്കൽട്ടും ആണ് നമ്മുടെ ഈ കിങ്ഡം ഫംഗി. കുറെ അധികം ക്ലാസ്സസ്, കിങ്ഡം ഓഫ് ക്ലാസ്സസ് ആണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ഒരു ചെറിയൊരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വേർഡിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സച്ചിനൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മുംബൈ ഇന്ത്യൻസിലെ മുംബൈ എന്ന സ്ഥലത്തിലെ ഒരു ഡിഷാണ്. ആ ഒരു ഡിഷിന്റെ പേര് നമുക്ക് ഓർത്തു വെച്ചാൽ നമ്മുടെ കിങ്ഡം ഫംഗിയിലെ നമ്മുടെ പലതരത്തിലുള്ള ക്ലാസ്സസിനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ആ വേർഡാണ് ബഡാപാവ്.
പലരും കഴിച്ചിട്ടുണ്ടാവും. ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കണം എന്നുണ്ട്. അപ്പൊ ബഡാപാവ് എന്ന ഒരു ഡിഷ്, എന്ന ഒരു സാധനം നമുക്ക് ഓർത്തു വെച്ചാൽ നമ്മുടെ കിങ്ഡം ഫംഗിയിലെ പല ക്ലാസ്സസിനെയും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബഡാപാവിലെ ബി ബസീഡിയോമൈസിറ്റ്സ്, എ അസ്കോമൈസിറ്റ്സ്, ഡി ഡിറ്റീരിയോമൈസിറ്റ്സ്, ബി എ ഡി കഴിഞ്ഞു. ഇനി അവസാനം പി ഫൈക്കോമൈസിറ്റ്സ്. അപ്പോ ബസീഡിയോമൈസിറ്റ്സ്, അസ്കോമൈസിറ്റ്സ്, ഡിറ്റീരിയോമൈസിറ്റ്സ് ആൻഡ് ഫൈക്കോമൈസിറ്റ്സ്, ഈ 4 കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ല, ഫംഗിയിലെ ക്ലാസിഫിക്കേഷൻ ആയി ഈ 4 എണ്ണത്തെ നമുക്ക് ബഡാപാവ് എന്ന ആ ഒരു വേർഡിലൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഇതുകൊണ്ട് അവസാനിച്ചില്ല. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുന്നുള്ളത് നമ്മുടെ കിങ്ഡം ഫംഗിയിലെ 4 ക്ലാസ്സസിലെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ബഡാപാവിലെ ബി ബസീഡിയോമൈസിസിലുള്ള എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഈ ഇതിലുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് 3 സ്ഥലങ്ങളെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒന്ന് ആഗ്ര, പിന്നൊന്ന് US, പിന്നൊന്ന് പാകിസ്ഥാൻ. ആഗ്ര നമ്മുടെ ഇന്ത്യയുടെ സ്ഥലം, പിന്നൊന്ന് US അമേരിക്ക, പിന്നെ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്ന നമ്മുടെ അമേരിക്ക എന്ന രാജ്യം, പിന്നുള്ളത് പാകിസ്ഥാൻ, നമ്മുടെ നൈബറിംഗ് കൺട്രിയായ പാകിസ്ഥാൻ. അപ്പോ ഈ 3 സ്ഥലങ്ങളും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, ഇവരുടെ കണക്ഷനിലൂടെ നമുക്ക് എങ്ങനെ ഈ ബസീഡിയോമൈസിറ്റ്സ് എന്ന ക്ലാസ്സിലെ എക്സാമ്പിൾസിനെ നമുക്ക് ഓർത്തു വെക്കാം എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോ ആഗ്ര ടു US വയ പാകിസ്ഥാൻ, ആഗ്ര ടു US വയ പാകിസ്ഥാൻ, ഈ ഒരു സെന്റൻസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് ബസീഡിയോമൈസിസിലെ എക്സാമ്പിൾസ് ഓർത്തു വെക്കാം. ഒന്ന് ആഗ്രയിലെ AG അഗാരിക്കസ്, പിന്നൊന്ന് US അസ്റ്റിലാഗോ, നമ്മുടെ സ്മട്ട് അസ്റ്റിലാഗോ, പിന്നൊന്ന് PAK പാകിസ്ഥാനിലെ PAKയിലെ പക്സീനിയ. ഈ PAKയും PUCയും ഒരേ റിതം വരുന്നതാണ്, പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമുള്ള ഒരേ റിതം ഓഫ് സൗണ്ട് വരുന്ന ഒരു 2 വാക്കുകളാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ അതിനെ ഹോമോഫോണിക് എന്ന് പറയും. അപ്പൊ പാകിസ്ഥാൻ പക്സീനിയ, അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പോ ആഗ്ര ടു US വയ പാകിസ്ഥാൻ എന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ബസീഡിയോമൈസിസ് എന്ന ക്ലാസ്സിലെ എക്സാമ്പിൾസിനെ നമുക്ക് ഓർത്തു വെക്കാം. അഗാരിക്കസ്, അസ്റ്റിലാഗോ ആൻഡ് പക്സീനിയ. അപ്പൊ ഇനി നമ്മളെ ബഡാപാവിലെ എ അസ്കോമൈസിസിലെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അസ്കോമൈസിസിലെ എക്സാമ്പിൾസിനെ നമുക്ക് ഓർത്തുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റും പിന്നെ നമ്മുടെ ഒരു പെൻസിലാണ്, ഒരു പെൻസിൽ. അപ്പോ റൈറ്റ് യെസ് വിത്ത് ദ ന്യൂ പെൻസിൽ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. റൈറ്റ് യെസ് വിത്ത് ദ ന്യൂ പെൻസിൽ, അത് ആയിട്ട് നമ്മുടെ എക്സാമ്പിൾസ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. യെസ്സിലെ YE ഈസ്റ്റ് വിത്ത് ദ ന്യൂ പെൻസിൽ, അല്ലെ ന്യൂ ന്യൂറോസ്പോറ, പെൻസിലെ പെൻസീലിയം, പെൻസിൽ പെൻസീലിയം, ഈസ്റ്റ് ന്യൂറോസ്പോറ ആൻഡ് പെൻസീലിയം. അങ്ങനെ അസ്കോമൈസിസിന്റെ ഈ 3 എക്സാമ്പിളെ നമുക്ക് റൈറ്റ് യെസ് വിത്ത് ദ ന്യൂ പെൻസിൽ എന്ന സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ അടുത്ത കിങ്ഡം ഫംഗിയിലെ ക്ലാസ് ആയ ഫൈക്കോമൈസിസിലെ എക്സാമ്പിൾസ് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫൈക്കോമൈസിസിലെ നമുക്ക് ഓർത്തു വെക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറിലെ റാം എന്ന ഒരു വേർഡ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന ഒരു മീനിങ് ഉള്ള നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോ റാമില് R റൈസോപ്പസ്, A അൽബുഗോ, നമ്മുടെ പാരസിറ്റ് ഫംഗിയോൺ മസ്റ്റാർഡ് അൽബുഗോ, റൈസോപ്പസ് ബ്രെഡ് മൗൾഡ്, പിന്നെ M4 മ്യൂക്കർ, റൈസോപ്പസ് അൽബുഗോ മ്യൂക്കർ, റാം. അങ്ങനെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഫൈക്കോമൈസിസിലെ എക്സാമ്പിൾസിനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ ബഡാപാവ് എന്ന ഒരു ഒറ്റ വേർഡ് കൊണ്ട് നമ്മുടെ കിങ്ഡം ഫംഗിയിലെ പല ക്ലാസ്സസും ആ ക്ലാസ്സസിലുള്ള എക്സാമ്പിൾസും നമുക്ക് ഡിസ്കസ് ചെയ്തു. അപ്പം പലർക്കും ഈ ബഡാപാവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കുറെ വലുതായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ട്രിക്ക് പറയാം. നമ്മുടെ കിങ്ഡം ഫംഗിയിലെ ക്ലാസ്സിലുള്ള എക്സാമ്പിൾസിനെ ഓർത്തു വെക്കാൻ മറ്റൊരു ചെറിയൊരു ട്രിക്കും കൂടെ പറയാം. ഇതൊരു രണ്ടാമത്തെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഒരൊറ്റ സെന്റൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 സെന്റൻസ് കൊണ്ട് നമുക്ക് ഈ കിങ്ഡം ഫംഗിയിലെ ഫൈക്കോമൈസിസ്, അസ്കോമൈസിസ്, ബസീഡിയോമൈസിസ് ആൻഡ് ഡിറ്റീരിയോമൈസിസ് ഈ 4 ക്ലാസ് ഓഫ് ഫംഗിയെ നമുക്ക് അതിലുള്ള എക്സാമ്പിൾസിനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫൈക്കോമൈസിസ്, അസ്കോമൈസിസ്, ബസീഡിയോമൈസിസ് ആൻഡ് ഡിറ്റീരിയോമൈസിസ് എന്ന് നോക്കുക. എന്നിട്ട് സെന്റൻസിലേക്ക് നമുക്ക് കടക്കാം. Many rabbits are coming at Neha's party. Many rabbits are coming at Neha's party എന്ന ഒരു സെന്റൻസ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിൽ മെനി ഉള്ളത് M4 മ്യൂക്കർ, R4 റൈസോപ്പസ് ആൻഡ് A4 അൽബുഗോ.
മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് അൽബുഗോ. നമ്മുടെ ഫൈക്കോമൈസിസിന്റെ എക്സാമ്പിൾ ആയ മെനി റാബിറ്റ്സ് ആർ എന്ന സെന്റൻസിൽ മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് അൽബുഗോ എന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അസ്കോമൈസിസിലുള്ളത് കമ്മിങ് അറ്റ് നേഹാസ് പാർട്ടി. കമ്മിങ് അറ്റ് നേഹാസ് പാർട്ടി. ആ കമ്മിങ്ങിലെ സി ക്ലാവിസസ്, എ ഫോർ അസ്പെർജില്ലസ്, എൻ ഫോർ ന്യൂറോസ്പോറ ആൻഡ് പി ഫോർ പെനിസിലിയം ആൻഡ് വൈ ഫോർ ഈസ്റ്റ്. അങ്ങനെ കുറച്ച് നിറയെ എക്സാമ്പിൾസ് ഉള്ളത് നമ്മുടെ അസ്കോമൈസിസിലാണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കാനുള്ളത് സി കമ്മിങ് അറ്റ് നേഹാസ് പാർട്ടിയിലെ സി ക്ലാവിസസ്, എ ഫോർ അസ്പെർജില്ലസ്, എൻ ഫോർ ന്യൂറോസ്പോറ, പി പെനിസിലിയം ആൻഡ് വൈ ഈസ്റ്റ്. അപ്പോ മെനി റാബിറ്റ്സ് ആർ കമ്മിങ് അറ്റ് നേഹാസ് പാർട്ടി എന്ന ഒരു സെന്റൻസിൽ നമുക്ക് ഫൈക്കോമൈസിസിനെയും അസ്കോമൈസിസിനെയും എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനിയുള്ളത് പാർട്ടി ഹാസ് ഉല്ലു. ഇവിടെ ഒരു വേർഡ് കൂടെ ഉണ്ട്, ഉല്ലു ആൻഡ് പാർട്ടി ഹാസ് ഉല്ലു ആൻഡ് കാറ്റ്. നമ്മുടെ ബസീഡിയോമൈസിസിനെയും ഡിറ്റീരിയോമൈസിസിനെയും എക്സാമ്പിൾസ് കൊണ്ടുവരാനായിട്ട് പാർട്ടി ഹാസ് ഉല്ലു ആൻഡ് കാറ്റ് എന്ന സെന്റൻസ് നമുക്ക് കൊണ്ടുവരാം. പാർട്ടിയിലെ പി പറയുന്നത് പക്സീനിയ, യു അസ്റ്റിലാഗോ, എ ആൻഡിലെ എ അഗാരിക്കസ്. നമ്മുടെ ബസീഡിയോമൈസിസിലുള്ള എക്സാമ്പിൾസ് ആണ്. പി പാർട്ടിയിലെ പി പക്സീനിയ, യു അസ്റ്റിലാഗോ ആൻഡ് എ അഗാരിക്കസ്. പി യു എ. ഈ ബസീഡിയോമൈസിസിലെ 3 എക്സാമ്പിൾസ് നമുക്ക് പാർട്ടി ഹാസ് ഉല്ലു ആൻഡ് എന്ന ഒരു സെന്റൻസിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിറ്റീരിയോമൈസിസിലുള്ളത് കാറ്റ്. കാറ്റിലെ സി കളക്ട്രോട്രൈക്കം, എ ഫോർ ആൾട്ടർനേരിയ ആൻഡ് ടി ഫോർ ട്രൈക്കോഡർമ. അപ്പോൾ നമ്മുടെ ഫൈക്കോമൈസിസിലെയും അസ്കോമൈസിസിലെയും ബസീഡിയോമൈസിസിലെയും ഡിറ്റീരിയോമൈസിസിലെയും എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഈ മെനി റാബിറ്റ്സ് ആർ കമ്മിങ് അറ്റ് നേഹാസ് പാർട്ടി, പാർട്ടി ഹാസ് ഉല്ലു ആൻഡ് കാറ്റ് എന്ന ഈ ഒരു 2 സെന്റൻസിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഓർത്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള ഇതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള 2 ക്ലാസിഫിക്കേഷൻ, കിങ്ഡം ഫംഗി കഴിഞ്ഞ് കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമാലിയ, അതിൽ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എക്സാമ്പിൾസും ഇതുപോലെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സും നമ്മുടെ 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് +1ലേക്ക് വരുമ്പോൾ ഉള്ള അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മുടെ പ്ലാന്റിലും അനിമാലിയയിലും അത്രയ്ക്കില്ല. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആൾട്ടർനേഷൻ ജനറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുന്നു. പലർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഈ ചെറിയൊരു സെന്റൻസിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ അടുത്തൊരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.